ഉപ്പെന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അതാ കർത്താവ് ഉപ്പിടുന്നത്. അവസാനം എന്താ ഇടുന്നത്? അതിന്റെ രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലും ഇനി വായിച്ചത് എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ഇതാണ് പ്രാർത്ഥനയുടെ ഉപ്പെന്ന് പറയണത്. ഇത് ഇടാതെ നമ്മൾ പ്രാർത്ഥന വെക്കരുത്, കർത്താവിന്റെ ദിവസത്തിന് വെക്കരുത്. നിങ്ങൾക്ക് എന്തിനും പ്രാർത്ഥിക്കാം, പക്ഷെ ഉപ്പിട്ടേക്കണം. എന്താണ്? എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവിന് ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഈ രുചി പകരാനുള്ള കാരണം എല്ലാത്തിൻ്റെയും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ വിധിയെക്കുറിച്ച് കർത്താവിന് ഏറെക്കുറെ ഒരു ഐഡിയ, പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പ്രാർത്ഥന മിക്കവാറും കേൾക്കാനുള്ള ഈ പാനപാത്രം എടുത്തു മാറുന്നതല്ലേ പ്രാർത്ഥിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. പരിശുദ്ധാത്മ പറഞ്ഞ് പറയാൻ നിനക്ക് നിൻ്റെ ഈ മനുഷ്യാവസ്ഥയിൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ തിരുമനസ്സിൽ നീ കീഴ്പ്പെടുന്നു എന്നുള്ള ദൈവത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് യാചനാ പ്രാർത്ഥന നടത്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ അത് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇത് നടക്കാത്തൊരു കാര്യമാണ്. എന്നിട്ട് പിന്നെ നടക്കാത്ത കാര്യം എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോണത്? നടക്കാത്ത കാര്യം പ്രാർത്ഥിക്കാൻ കാരണം ദൈവത്തിൻ്റെ കാര്യമാണ്. ഇതിനെതിരെ ഉത്തരവാദിത്തം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒരു ആത്മൈക്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ കണ്ടന്റ് വയസ്സിൻ്റെ ചേർക്കുകയാണ് സംഭവം. ആ യാചന പ്രാർത്ഥന നടക്കത്തില്ലെന്നുള്ള കർത്താവിന് വൃത്തിയായിട്ട് അറിയാം. എന്താണ് ചോദിക്കാൻ പാലാത്തൊരു കാര്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? കർത്താവ് എന്താ ചോദിച്ചിരിക്കണത്? 14:32 എന്താ പറയണത്? എന്താ ചോദിച്ചത്? കർത്താവ് എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണേ മക്കളെ, വളരെ സീരിയസ് ആയിട്ടൊരു പഠനം പോവുകയാണ്. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് അവന്റെ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. രണ്ട് കാര്യം കൊണ്ട് അറിയാം. എന്തൊക്കെയാണ് അറിയണത്? ഈ പ്രാർത്ഥന നടക്കത്തില്ലെന്ന്. എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. നടക്കാത്ത ഒരു കാര്യമാണ്, എങ്കിലും അത് പ്രാർത്ഥനയാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കണ്ടന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നടക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്താ പിന്നെ എന്തിനാണ് വീണ്ടും പ്രാർത്ഥിക്കണത്? നടക്കത്തില്ലെന്ന് അറിയണത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് പരിശുദ്ധം അറിയിക്കുകയാണ്. പിന്നെ എന്താണ്? ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പം തന്നെ ഈ പ്രാർത്ഥന പൊട്ടത്തില്ലേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാത്തിനും യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. നല്ല പാട്ടാണ്, ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ കൈയടിച്ചോണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന.
ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആ ദൈവമെത്ര ഉന്നതനാണേ, യേശു എത്ര വലിയവനാണേ. ആ ദൈവമെത്ര ഉന്നതനാണേ, യേശു എത്ര വലിയവനാണേ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സെറീന. തൃശ്ശൂർ കാടുകുറ്റി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ പരിശുദ്ധ അൾത്താരയിൽ, അത്ഭുത അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. 2017 ഞങ്ങൾ ഗൾഫിലായിരുന്നു. മക്കളും ഭർത്താവും ഒത്ത് ഗൾഫിലായിരുന്നു. 2017 ഞങ്ങൾ നാട്ടിലെത്തി. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നാട്ടിലെത്തിയത്. ഭർത്താവ് വിദേശത്ത് തന്നെ നിന്നു. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ വന്ന് ഒരു പ്രൈവറ്റ് സ്കൂളിൽ എനിക്ക് ജോലി ലഭിച്ചു. പക്ഷേ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായൊരു വരുമാനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ PSC പഠനത്തിലേക്ക് വേണ്ടി തിരിഞ്ഞു. അന്ന് എനിക്ക് 33 വയസ്സായിരുന്നു. ജനറൽ കാറ്റഗറി ആയിരുന്നതുകൊണ്ട് തന്നെ 36 വയസ്സ് വരെ മാത്രമേ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജോലിയൊക്കെ പിന്നീട് വേണ്ടാന്ന് വെച്ച് മുഴുവൻ സമയം PSC പഠനത്തിന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് മുമ്പ് ഞാനിവിടെ വന്ന് 2019 ആദ്യമായി ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മാധ്യസ്ഥമൊക്കെ അപേക്ഷിച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ PSC പരീക്ഷ എഴുതുന്നത്. ആദ്യത്തെ പരീക്ഷയിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയെങ്കിലും ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ജോലി ലഭിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. വീണ്ടും എൻ്റെ പഠനം ആരംഭിച്ചു. അതൊരു കൊറോണ കാലമായിരുന്നു. ആ സമയത്ത് PSC ആദ്യമായിട്ട് പ്രിലിംസ് പരീക്ഷകൾ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അതിൽ ആദ്യത്തെ പ്രിലിംസ് കുറച്ച് കടുപ്പമേറിയതായിരുന്നു. ആ പ്രിലിംസ് തന്നെ ഞാൻ എഴുതുകയും ഒരുപാട് പരീക്ഷകൾ എഴുതാനുള്ള മെയിൻ എക്സാമിന് ഒരുപാട് പരീക്ഷകൾ എഴുതാനായിട്ട് ഞാൻ എലിജിബിൾ ആവുകയും ചെയ്തു. അങ്ങനെ സെപ്റ്റംബറിലാണ് എല്ലാ പരീക്ഷകളും എലിജിബിളായി എന്നുള്ള റിസൾട്ടുകളൊക്കെ വന്നത്. നവംബർ മാസം മെയിൻ എക്സാമുകൾ തുടങ്ങാനിരിക്കെ സെപ്റ്റംബറിൽ വിദേശത്ത് വെച്ച് എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് ഉണ്ടാവുകയും അദ്ദേഹം ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആവുകയും ചെയ്തു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഗൾഫിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ചികിത്സിക്കുകയും വേണം. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ നാട്ടിലേക്ക് വരാൻ പറ്റുകയില്ലായിരുന്നു.
ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപമൊക്കെ കൊണ്ടുപോവാണ് പോയിരുന്നത്. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥനയും യൂട്യൂബിലൊക്കെയുള്ള ധ്യാനങ്ങളൊക്കെ കൂടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആദ്യം എനിക്ക് വാതിലുകൾ തുറന്നൊന്നും കിട്ടിയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ച് 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ നാട്ടിലേക്ക് എനിക്ക് കിടന്ന കിടപ്പിലായ അദ്ദേഹത്തെ വീൽ ചെയറിലെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിലെത്തുമ്പോൾ പക്ഷേ എൻ്റെ പരീക്ഷകൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ 2 മാസം ബുക്ക് പോലും തുറന്നു നോക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഒരുപാട് വിഷമം തോന്നിയൊരു സമയമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വരെ പറഞ്ഞു, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം നിന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തെ ഒരു വിധത്തിലും വിട്ട് കൊടുത്തിരുന്നില്ല. എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ആദ്യമായിട്ട് നാട്ടിൽ വന്ന പിറ്റേ ദിവസം തന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കരഞ്ഞ് കുതിർന്ന് ഞാൻ അവിടെ ഇരിക്കുക ചെയ്തത്. കരഞ്ഞെൻ്റെ പേപ്പർ വരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും എഴുതാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനുശേഷമുള്ള എക്സാമുകളിലൊക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ പകലൊന്നും പഠിക്കാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹത്തെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം, ഒരുപാട് പേര് കാണാൻ വരും. രാത്രിയാണ് എനിക്ക് ആകെ കൂടി പഠിക്കാൻ സാധിച്ചിരുന്നത്. കഷ്ടിച്ച 1 മാസമാണ് എൻ്റെ പരീക്ഷകൾക്കുണ്ടായിരുന്നുള്ളൂ. ആ 1 മാസം രാത്രി 2 മണിക്കൂർ മാത്രം ഉറങ്ങി ഞാൻ മാതാവിനോടൊപ്പം പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവ് എന്നെ പഠിപ്പിച്ചു. കാരണം എനിക്ക് 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം തലകറക്കും ഛർദിയും വരുന്ന ആളാണ്. പക്ഷെ 1 മാസത്തോളം എനിക്ക് പഠിക്കാനുള്ള എല്ലാതും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിച്ചു എന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. 2021 ഡിസംബർ 31-ാം തീയതി എഴുതിയ പരീക്ഷയിൽ അതിൻ്റെ റിസൾട്ട് പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. 11ാം റാങ്കോട് കൂടിയിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 2023 ഏപ്രിൽ 4-ാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു, ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചു. പല പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നെങ്കിലും എനിക്കതിന് സാധിച്ചിരുന്നില്ല. ഉടമ്പടി പുതുക്കണമായിരുന്നു. ഉടമ്പടി പുതുക്കും, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ സാധിച്ചിരുന്നില്ല. ഇപ്പം അങ്ങനെ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങളും എനിക്ക് ഭയങ്കര എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അദ്ദേഹത്തിനും ഇപ്പോൾ സ്വയം നടക്കാനുള്ളൊരു ശക്തി കിട്ടി. 2023 ഞാൻ ജോലിക്ക് കയറിയ അതേ സമയത്ത് തന്നെ അഡ്വൈസ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹം നടന്നാണ് ഇവിടേക്ക് കയറി വന്നത്. പക്ഷെ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പേപ്പറുകളൊക്കെ കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹമാണ് ഞാൻ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാറ്. ഈ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൾ ടിക്കറ്റുമായിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വരുന്നത്. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ ഏറ്റവും അവസാനമായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു. ആ സമയത്താണ് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നത് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഉള്ളവരെ ആദ്യം കയറ്റി വിടാനായിട്ട്. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആദ്യം തന്നെ എനിക്ക് കാണാൻ പറ്റി. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാക്ഷ്യം പറയില്ലേ ജോലി കിട്ടി കഴിഞ്ഞാൽ? ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് പേരോട് ക്ഷമിക്കാനൊക്കെ പറ്റി. ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോടൊക്കെ ഒത്തിരി ക്ഷമിക്കാൻ പറ്റി. കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഓർഫണേജുകളൊക്കെ സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മക്കളെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പപ്പയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴൊക്കെ മോൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവരൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമൊക്കെ നെറ്റിയിൽ വരച്ചു കൊടുത്തിട്ടാണ് പോവുക. വിഷമിക്കരുത്, ഇനി നമുക്ക് പഠിച്ചിട്ട് രക്ഷപ്പെടാനേ പറ്റുള്ളൂ എന്ന് എപ്പോഴും അവരോട് പറയുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് മോള് +2 എഴുതിയത്. 97% മാർക്കോട് കൂടി ഫുൾ A+ കൂടിയിട്ടാണ് +2 ബയോ മാത്സ് പാസ്സായത്. ഇത്തിരി താമസിച്ചു പോയതിൽ എനിക്ക് ഒരുപാട് ക്ഷമാപണമുണ്ട്. പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പലപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അടുത്തുള്ള പള്ളിയിൽ പോവും, അല്ലെങ്കിൽ ഇടവക പള്ളിയിൽ പോവും. എവിടെയാണോ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ പോവായിരുന്നു. അതുപോലെ കുമ്പസാരം.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് മക്കൾക്കായാലും കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നത് ചേട്ടൻ തന്നെയായിരുന്നു. എല്ലാവർക്കും ഞങ്ങൾ എന്തുകൊണ്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സ്പർശിക്കുന്നില്ല എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ഈ ജോലി വാങ്ങി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആൻസി ജേക്കബ്. ഞാൻ USA നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ NCLEX-RN എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് USA ചെല്ലുന്നത് 2021 സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വിസയിലാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ H1B വിസയിലായതിൻ്റെ പേരിൽ എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. H4 വിസയാണ് എനിക്കുള്ളത്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയം നീ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടത്തിൽ കൃപാസനത്തെ പറ്റിയും അമ്മയെക്കുറിച്ചും ഇത് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വഴി പ്രതിഷ്ഠീകരണ പ്രാർത്ഥനകളൊക്കെ ഡെയിലി രാവിലെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 2024 ജൂലൈ മാസം ഞാൻ ആദ്യമായിട്ട് NCLEX-RN എക്സാം എഴുതി. പക്ഷേ പാസ്സായില്ല, തോറ്റുപോയി. പക്ഷേ എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ 2002 പാസ് ഔട്ടാണ്. 2010 വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയി, പിന്നെ കുട്ടികളെ നോക്കാനുള്ളത് കൊണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ അത്രയും വലിയ ഗ്യാപ്പുള്ളതിൻ്റെ പേരിൽ എനിക്ക് പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും തോറ്റുപോയപ്പോഴും ഞാൻ മാതാവിനെ കൈവിട്ടില്ല. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് USA സിൻസിനാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ യാക്കോബിറ്റ്സാണ്. അപ്പോൾ അവിടെ RC പള്ളിയിൽ ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് അവിടെ പോയി എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലാത്തതിൻ്റെ പേരിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊന്നും പറ്റാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എക്സാമിന് വേണ്ടി. വീണ്ടും ഞാൻ കഴിഞ്ഞ ഈ 2025 മാർച്ച് മാസം 10-ാം തീയതി എക്സാം എഴുതി. എക്സാം നല്ല ടഫായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കവിടെ സിൻസിനാറ്റിയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആ ഫ്രണ്ട് എനിക്കൊരു ഉപ്പും തേനും എല്ലാം തന്നു. നമ്മൾ എക്സാമിന് പോകുന്ന 5 മണിക്കൂർ എക്സാമാണ്. ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ, വാച്ച് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ ലോക്കറിൽ മേടിച്ച് വയ്ക്കും. ഞാൻ എക്സാമിന് പോയി. അവിടെ ചെന്ന് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷേ എക്സാം നല്ല ടഫായിരുന്നു. പക്ഷെ ഞാൻ എക്സാം എഴുതുന്നതിന് ഒരു മാർച്ച് മാസത്തിൽ എക്സാം എഴുതിയെങ്കിലും ഫെബ്രുവരി മാസം 16-ാം തീയതി ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എനിക്കൊരു അടയാളം കാണിച്ചു തരണേ. അങ്ങനെ ഫെബ്രുവരി മാസം 16-ാം തീയതി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ എക്സാം പാസ്സാവുന്നതായിട്ട്. അപ്പം മുതൽ എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ എന്തായാലും പാസ്സാവും, അമ്മ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. അങ്ങനെ എക്സാം എഴുതി. 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എക്സാം പാസ്സായി. പിന്നെ അടുത്ത സാക്ഷ്യം, ഞങ്ങൾ 4 വർഷമായി പോയിട്ട് ഇതുവരെ വിസയുടെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ H1B വിസക്കാർക്ക് ചെന്നൈ പോയി വിസ സ്റ്റാമ്പിങ്ങും ഫിംഗർ പ്രിൻറ്റും എല്ലാം ഉണ്ട്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ഡേറ്റ് ഇട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2025 ജൂൺ മാസം 30-ന് മുമ്പ് വെക്കേഷൻ നാട്ടിൽ വരാൻ പറ്റണേ എന്ന്. അങ്ങനെ ജൂൺ മാസം 12-ാം തീയതി ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബുക്കിംഗ് കിട്ടി. ഞങ്ങൾ ജൂൺ മാസം 19-ാം തീയതി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാനിരിക്കുമ്പോൾ
ബോർഡിംഗ് എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ ആ യുദ്ധത്തിൻ്റെ പ്രശ്നം വന്ന കാരണം വീണ്ടും ഫ്ലൈറ്റ് ഡിലേ ആയി. ഒരു ദിവസം കൂടെ ഒത്തിരി ആ രാത്രി വിഷമിച്ചു. കാരണം നമുക്ക് ആ ജൂൺ മാസം 22-ാം തീയതിയാണ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്, ജൂലൈ മാസം 2-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. ഈ ഡേറ്റ് എടുത്തേക്കണ കാരണം നമുക്കത് ഒരു ദിവസം ഫ്ലൈറ്റ് ലേറ്റായാൽ നമ്മളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് അവിടുന്ന് പോരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്ലൈറ്റ് ഡിലേ ആയി നമുക്ക് ആ ഡേറ്റിൽ വരാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ തിരിച്ച് നമുക്ക് US പോകാൻ പറ്റത്തില്ല. അത് കാരണം അല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ പോരാതിരിക്കാനും വരും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിനു വേണ്ടി ഞാൻ ഇനി ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, എല്ലാം അമ്മ നടത്തി തന്നോളൂ. ആ വിശ്വാസത്തിൽ ഞാൻ ഇരുന്നു. അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടി. അങ്ങനെ 21-ാം തീയതി, ജൂൺ മാസം 21-ാം തീയതി രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വന്നു. പിറ്റേ ദിവസം വെളുപ്പിന് അടുത്ത ഫ്ലൈറ്റ് ചെന്നൈക്ക് കയറി. ഫിംഗർ പ്രിൻ്റ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ജൂലൈ 2-ാം തീയതി ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പാസ്പോർട്ട് വന്നു. ഞങ്ങൾ 28-ാം തീയതി തിരിച്ച് US പോവുകയാണ്. ഇങ്ങനെ മാതാവ് തന്ന ഈ 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 1000 നന്ദികൾ അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഓൺലൈനിൽ സാക്ഷ്യങ്ങളും അതെല്ലാം കാണുന്നതെല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വരുമാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഹസ്ബൻഡിനോട് ചോദിച്ച് ഇങ്ങനെ ഇവിടെയുള്ള നാട്ടിലുള്ള അനാഥാലയങ്ങളിലൊക്കെ പൈസ കൊടുക്കാറുണ്ട്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ അതിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിലും കൊന്തയിലും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ ഞാൻ പിള്ളേരോടൊക്കെ നന്നായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും ചെറിയ അവർ 3 കുട്ടികളുണ്ട് എനിക്ക്. അവർക്ക് ഒരാൾ 13 വയസ്സ്, ഒരാൾക്ക് 11.5 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്. അപ്പോൾ പ്രായവ്യത്യാസം അധികം ഇല്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കും ലഹളയാകുമ്പോൾ പിന്നെ അന്നേരം നല്ലതായിട്ട് ദേഷ്യപ്പെടുകയും വഴക്കുറിയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പം അതൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് ഷാനി ടോമി. ഞാൻ കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയം ഇടവക അംഗമാണ്. ഞാൻ 2022 നവംബർ 11-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ അലർജി സംബന്ധമായ അസ്വസ്ഥത മൂലം 7 വർഷമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ മുതലായ മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടും എനിക്ക് അസുഖത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. ചുമയും തുമ്മലും എല്ലാം ശക്തമായി കൂടി വരികയല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് 2ാമത്തെ പുതുക്കലോടുകൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം എൻ്റെ അസുഖം ക്രമേണ കുറയുവാൻ തുടങ്ങി. 7ാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ അസുഖം പൂർണ്ണമായും മാറി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, ഭർത്താവും മകനും കൂടി ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ ആവശ്യത്തിന് എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഓപ്പോസിറ്റ് വന്ന കാറ് ശക്തമായി ഞങ്ങളുടെ കാറിൽ ഇടിക്കുകയും ഇടിച്ച കാറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും നശിച്ചുപോയി. ഭർത്താവും മകനും കാറിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വണ്ടിക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാതെയും വണ്ടിയിലുണ്ടായിരുന്നവർക്ക് യാതൊരു അപകടവും സംഭവിക്കാതെ മാതാവ് കാത്തുരക്ഷിച്ചു. ഞാൻ യാത്ര പോകുമ്പോൾ എന്നും ഉടമ്പടി കാശ് രൂപം കാറിൽ വയ്ക്കാറുണ്ടായിരുന്നു. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്ലാന്റിൻ്റെ മുകളിൽ അത് പുകക്കുഴൽ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി മുകളിൽ കയറിയപ്പോൾ ഒരു കാൽ ഗോവണിയിലും ഒരു കാൽ പ്ലാന്റിൻ്റെ മുകളിലുമായി നിൽക്കുകയായിരുന്നു. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുകക്കുഴൽ 3/4 ഭാഗവും പെട്ടെന്നൊടിഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിലേക്ക് വീണു.
നേരെ താഴേക്ക് വീഴേണ്ടതായിരുന്നു. ബാലൻസ് കിട്ടാത്ത വിധത്തിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ മാതാവിൻ്റെ കരങ്ങളിൽ താങ്ങി എൻ്റെ ഭർത്താവിനെ കാത്തു രക്ഷിച്ചു. ഒടിഞ്ഞ് കയ്യിൽ വീണപ്പോൾ തന്നെ ഭർത്താവ് എൻ്റെ മാതാവേ കാത്തേക്കണേ എന്ന് നിലവിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. യാതൊരു അപകടവും സംഭവിക്കാതെ മാതാവ് കാത്തു രക്ഷിച്ചു. ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പത്രക്കെട്ടുകൾ റോഡിൽ നിൽക്കുന്നവർക്കും ബസ് സ്റ്റാൻഡിലുള്ളവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അക്രൈസ്തവരായവർക്കാണ് ഞാൻ കൂടുതലും പത്രം കൊടുക്കാറുള്ളത്. മാതാവിനെ പറ്റി പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ അനേകം പേരെ കൃപാസനത്തിലേക്ക് എത്തിക്കുവാൻ ഈ പത്രവിതരണം മൂലവും എനിക്ക് സാധിച്ചു. കാരുണ്യ പ്രവൃത്തിയായി ഞാൻ ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോയി വൃദ്ധരായി കിടക്കുന്ന കിടപ്പ് രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും ബെഡും പരിസരവുമെല്ലാം വൃത്തിയാക്കിയിടുകയും ചെയ്യുമായിരുന്നു. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള പൊതിച്ചോറുകൾ ഉണ്ടാക്കി ബിഗ് ഷോപ്പറിൽ വെച്ച് ഞാൻ വളരെ ദൂരെ യാത്ര ചെയ്ത് വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്കും അവശരായവർക്കും ആ പൊതിച്ചോറുകൾ കൊടുക്കും. ഇങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. കൂടുതൽ സാക്ഷ്യങ്ങൾ പറയുന്നതിനായി ഞാൻ ഇനിയും ഈ അൾത്താരയിൽ വരുന്നതായിരിക്കും.